Good afternoon. Good afternoon, ma'am. Okay, നിങ്ങളെ prayer എല്ലാം കഴിഞ്ഞു? No, ma'am. Please. Prayer. Dear God, bless our teacher and guide her as she teaches. Help us to listen carefully and understand our lessons. May this class be peaceful, joyful, and full of learning. Thank you. Okay, anything else എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇല്ല. Okay. Okay, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു? ഒരു മിനിറ്റ് തന്നെ. Okay, fine. Ma'am. Yeah, please. Mock test കിട്ടാറുണ്ട് മാം. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി. മെസ്സേജ്, വലിയൊരു മെസ്സേജ് എനിക്ക് കിട്ടിയിരുന്നു. 3 ചാപ്റ്റർ. ഞാൻ അയച്ചത്. എന്റെ നമ്പർ കയ്യിലില്ല ചിക്കുമോളുടെ അടുത്ത്. യെസ് മാം. വേറെ അതിലോട്ടായി ഓഫീസിലെ വേറൊരു സ്റ്റാഫിന് അയച്ച മെസ്സേജ് എനിക്ക് ഫോർവേഡ് ആവുമായിരുന്നു. മാം റീഡ് ചെയ്യുന്നതേ ഇല്ല മെസ്സേജ്. അപ്പൊ ഞാൻ 2 വഴിയും നോക്കി. എല്ലാരും എന്റെ അടുത്ത് വന്ന് പറഞ്ഞു മോക്ക് ടെസ്റ്റ് കിട്ടുന്നില്ല ചിക്കു, മോക്ക് ടെസ്റ്റ് കിട്ടുന്നില്ല. ഞാൻ മാമോടെ എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട്, മാം എഴുതിയും വെക്കുന്നുണ്ട്, മാം എന്നിട്ട് മറന്നു പോവുകയും ചെയ്യും. ആക്ച്വലി ഞാൻ ഇതെല്ലാം പ്രീവിയസ് ബാച്ചിന് കൊടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഞാൻ അത് തന്നെ നിങ്ങൾക്ക് തന്നാൽ മതിയായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് തരാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്കപ്പോ അത് പുതിയത് ഉണ്ടാക്കണമല്ലോ. ഞാൻ മാനുവലി തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇറ്റ് ഇസ് ടേക്കിംഗ് ടൈം. എനിവേ തരണം, കാരണം നിങ്ങളുടെ ടേം എക്സാമിനേഷൻ ആണ് മാർച്ച് മിഡിന് അല്ലേ? Okay, definitely. I think I can give 1 or 2 lessons tomorrow itself and the remaining this week itself. Yes, Sudhi എന്താ പറഞ്ഞേ? March 14th നമ്മുടെ ഡേറ്റ് വന്നിരിക്കുന്നത്. മാർച്ച് മിഡിന് ഉദ്ദേശിച്ചതായിരുന്നു. അതിനകത്ത് മാം പറഞ്ഞ പോലെ ഈവനിങ്ങിനായിരിക്കും എക്സാം പരീക്ഷയുടെ ടൈം വരുന്നത്. പക്ഷെ ഇത് ഉച്ചയ്ക്കാ വന്നിരിക്കുന്നത്, 2 മണി തൊട്ട് 3 മണി വരെ. ചിലപ്പോ ഈവനിങ് ആയിരിക്കും പറഞ്ഞു. ടെക്നിക് നമുക്ക് നിങ്ങൾക്ക് ഇൻവിജിലേറ്ററിന്റെ സ്റ്റാഫ് ഉണ്ട്, ചിലപ്പോ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നതുകൊണ്ടായിരിക്കാം ഉച്ചയ്ക്കാക്കിയത്. ടേം എക്സാമിനേഷൻ ആയതുകൊണ്ടാണ് ഉച്ചയ്ക്ക്. മെയിൻ എക്സാം ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഈവനിങ് തന്നെ വരും കേട്ടോ. ഇത് മാം സിംഗിൾ സ്ലോട്ടേ ഉള്ളൂ? ഈവനിങ് സ്ലോട്ട് ഇല്ല? ഇല്ല, ഈ ഒരു ടൈമേ ഉള്ളൂ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളൂ. അതുകൊണ്ടല്ല മാം, 1 മണിക്കൂറുടെ അത്രയും നമുക്ക് ഗ്യാപ്പ് ഓഫീസേഴ്സിന് കിട്ടാൻ ഇത്ര ബുദ്ധിമുട്ടാ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് തോന്നുന്നു 20 minutes ഒക്കെ മോർ ദാൻ ഇനഫ്. എക്സാം മിക്കവാറും 10 minutes 15 minutes കൊണ്ടൊക്കെ തീരാറുണ്ട്. എനിവേ ജസ്റ്റ് ട്രൈ ടു അഡ്ജസ്റ്റ്. മീൻസ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് 1 hour ഫുള്ളൊന്നും വേണ്ടി വരില്ല. നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ 10-15 minutes കൊണ്ട് ഇരിക്കാണ്ട്. പിന്നെ മെയിൻ എക്സാം ഈവനിങ് ആയിരിക്കും കേട്ടോ. 7 അല്ലെങ്കിൽ 7:30 അങ്ങനെയാണ് മെയിൻ എക്സാം വെക്കാറ്. മെയിൻ എക്സാം നമ്മൾ ഡേ ടൈമിൽ വെക്കില്ല, കാരണം ജോലിക്ക് പോണവരൊക്കെ ഉള്ളതുകൊണ്ട്. ഇതൊരു മോഡൽ എക്സാം പോലെയാണ്, നിങ്ങൾക്കൊരു പ്രാക്ടീസ് എന്നുള്ള രീതിയിലാണ്. മേ ബി അന്ന് ഈവനിങ് എന്തെങ്കിലും ഒരു അസൗകര്യം ഉള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ടൈം വെച്ചത്. നമുക്ക് ഇന്നലെ ഒരു ബാച്ചിന്റെ ടേം 2 എക്സാമിനേഷൻ ആയിരുന്നു. അത് പക്ഷെ ടെക്നിക്കൽ ഇഷ്യൂ കാരണം എക്സാം അത് പോസ്റ്റ്പോൺ ചെയ്തു, അടുത്ത 9th മാറ്റി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈവനിങ് ഒരു ഇഷ്യൂ വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അങ്ങനെ വന്നത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ഉച്ചത്തേക്ക് ആക്കിയത്. ഉച്ചയാവുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാഫ് ഉണ്ടാകും, അപ്പൊ ടെക്നിക്കലി സപ്പോർട്ട് കുറച്ചധികം കിട്ടും. മറ്റേത് ഒരാളേക്ക് കാണുള്ളൂ എക്സാം ടൈമിൽ. ചിലപ്പം എന്തെങ്കിലും അത് ക്ലിയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലും ഇന്നലെ ഫേസ് ചെയ്തിട്ടുണ്ടാകണം. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ടേം എക്സാമിനേഷൻ. മെയിൻ എക്സാം വെക്കുമ്പോൾ സ്റ്റാഫ് ഉണ്ടാകും, 2 or 3 പേരെങ്കിലും ഉണ്ടാവും.
അതൊരു പ്രശ്നം. മിസ് ഒരു ദിവസം തന്നെയാണോ 3 എക്സാമും? 3 എക്സാമോ? ഏതാ ഈ 3 അത് എക്സാം? 14 പാർട്ട് 1 പാർട്ട് 2 ഇംഗ്ലീഷ് ഇട്ടേക്കുന്നു. ആ 14 ഡേറ്റ് ഇട്ടിട്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് അല്ലേ ടേം 1? ഓക്കെ ഫൈൻ, ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ടേം 1 എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറുള്ള എക്സാം ആയിരിക്കും. 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പാർട്ട് 1ൽ നിന്നും പാർട്ട് 2ൽ നിന്നും 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞ പോർഷൻസ് ഇല്ലേ, അതിൽ നിന്നായിരിക്കും. അങ്ങനെയാണ് 50 ക്വസ്റ്റ്യൻസ് ഒരു പേപ്പറിൽ വരുന്നത്. ഒരു എക്സാമേ ഉള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? 2 മാർക്കാണ് ആൻസറിന്. അതായത് 50 ക്വസ്റ്റ്യൻ 100 മാർക്സ് ഔട്ട് ഓഫ് 100 ആയിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ്? നോ നെഗറ്റീവ് മാർക്കിംഗ്. അപ്പം പാർട്ട് 1ഉം പാർട്ട് 2ഉം പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് മോഡ്യൂൾ 2ലെ ഇംഗ്ലീഷ് പഠിപ്പിച്ച പോർഷൻസും ചേർത്തിട്ട് അതിൽ 40 ക്വസ്റ്റ്യൻ പാർട്ട് 1 ആൻഡ് 2ൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ നിന്നായിരിക്കും. പിന്നെ എക്സാം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ്സിൽ ജോയിൻ ആവാനായിട്ട് ഒരു ഗൂഗിൾ മീറ്റ് ലിങ്ക് തന്നിട്ടില്ലേ, അതുപോലെ എക്സാം ഹോളിനും ക്യാമറ ഓൺ ചെയ്യണം. എക്സാം ഹോളിനും ഒരു ഗൂഗിൾ മീറ്റ് ലിങ്ക് തന്നിട്ടുണ്ടാവും. നിങ്ങൾ ഇതുപോലെ തന്നെ ആദ്യം ഗൂഗിൾ മീറ്റ് ലിങ്ക് ആയിരിക്കും വരുന്നത്. ഇതുപോലെ തന്നെ ആ ഗൂഗിൾ മീറ്റ് ലിങ്ക് ഓൺ ചെയ്ത് എപ്പോഴും ശ്രദ്ധിക്കുക, ക്ലാസ് റൂമിന്റെ ഗൂഗിൾ മീറ്റ് അല്ല, എക്സാം ഹോളിന് സെപ്പറേറ്റ് ഗൂഗിൾ മീറ്റ് നിങ്ങൾക്ക് തരും. ആ ഗൂഗിൾ മീറ്റ് ലിങ്കിൽ ഓൺ ചെയ്ത് ജോയിൻ ചെയ്തിരിക്കുക. ഓഡിയോ മ്യൂട്ട് ചെയ്യുക, വീഡിയോ ഓൺ ചെയ്ത് വെക്കണം. വീഡിയോ നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ, ജെനുവിൻ ആണെങ്കിൽ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണം. എക്സാമിന് മുമ്പ്, എക്സാമിന്റെ ടൈമിലോ ശേഷമോ ഒന്നും പറഞ്ഞിട്ട് പറയരുത്. നേരത്തെ എന്നോടൊന്ന് ഇൻഫോം ചെയ്യണം. കാരണം നമുക്ക് ചെറിയ ബേബീസിന്റെ അമ്മമാരൊക്കെ ഉണ്ട്. ചിലപ്പോൾ ബേബീസ് കയ്യിലായിരിക്കും, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ ഫീഡ് ചെയ്യേണ്ടതായിട്ട് ഇടയ്ക്ക് വേണ്ടി വരും, അങ്ങനെയൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ജെന്യുവൻ കേസസിന് ക്യാമറ ഓൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില റേഞ്ച് ഇഷ്യൂസ് വരുമ്പോൾ ചിലപ്പോൾ വീഡിയോ ഓഫ് ആയി പോകും. അത് നമുക്ക് മനസ്സിലാവും, കുഴപ്പമൊന്നുമില്ല. എക്സാമിന്റെ ഒരു ഓതന്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ നമ്മുടെ പ്രസൻസ് അവിടെ കാണണമല്ലോ. ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആണ്, നിങ്ങൾ ഓൺ ആക്കിയാലും ഓഫ് ആക്കിയില്ലെങ്കിലും അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല. പിന്നെ നിങ്ങൾ റെക്കോർഡ് ക്ലാസ് ഒക്കെ കാണുന്ന ഓപ്ഷൻ ഉണ്ട്. എക്സാം എന്ന് പറയുമ്പോൾ ആ ടൈമിൽ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് എക്സാം തുടങ്ങുന്നതിന് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ മുമ്പായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഗൂഗിൾ ഫോം, നമ്മുടെ മോക്ക് ടെസ്റ്റ് പോലത്തെ തന്നെ അതിന്റെ ഒരു ഫോം ലിങ്ക് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പില്, മെയിൻ ഗ്രൂപ്പില്, വാട്സാപ്പ് ഗ്രൂപ്പ് ഒഫീഷ്യൽ, അതിലേക്ക് വരും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റിലെ പോലെ തന്നെ ക്വസ്റ്റ്യൻസ് അതേ പാറ്റേണിൽ തന്നെ ഉണ്ടാവും. 50 ക്വസ്റ്റ്യൻസ് ആണെന്നേ ഉള്ളൂ, ഇതുപോലെ 4 ഓപ്ഷൻസ് ആയിട്ട്. പക്ഷേ മോക്ക് ടെസ്റ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ സ്കോർ അറിയും. ഇത് നിങ്ങൾ അപ്പൊ തന്നെ സ്കോർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സ്കോർ നെക്സ്റ്റ് വീക്കിലൊക്കെ ആയിരിക്കും റിലീസ് ആവുന്നത്. പിന്നെ എക്സാം നിങ്ങൾക്കൊരു റോൾ നമ്പറും കൂടെ പ്രൊവൈഡ് ചെയ്യും. പേരിന്റെ കൂടെ തന്നെ ഒരു റോൾ നമ്പർ, തലേ ദിവസവും അതിന് മുന്നത്തെ ദിവസവും ലിസ്റ്റ് ഇടും. ഓരോരുത്തരുടെ പേരിന് നേരെ ആ റോൾ നമ്പർ. നമ്മുടെ ഈ ഗൂഗിൾ ഫോമിൽ ആ റോൾ നമ്പർ എൻ്റർ ചെയ്യേണ്ട ഭാഗമുണ്ട്. പേര്, ഇമെയിൽ ID, റോൾ നമ്പർ. അപ്പൊ പേരൊക്കെ കറക്റ്റ് ഒഫീഷ്യൽ പേര് കൊടുക്കാനായിട്ട് നോക്കുക. പലരും പേര് ഇങ്ങനെ കല്യാണം കഴിയുമ്പോൾ മാറ്റുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ സർട്ടിഫിക്കറ്റിൽ വരേണ്ട പേര് എപ്പോഴും യൂസ് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിലെ പേരാണ് നമ്മൾ ഒഫീഷ്യലി ഫോളോ ചെയ്യുന്നത്, അല്ലെ? എല്ലാവർക്കും ഒരേ ടൈമിലാണ് എക്സാം, എല്ലാവരും ഒരേ ടൈമിൽ തന്നെ എഴുതണം. അപ്പോ ഞാൻ ജസ്റ്റ് എന്തുകൊണ്ടാ ആക്കിയെന്നൊന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാം. അങ്ങനെ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ജെന്യുവിൻ റീസൺ കാണും, അതുകൊണ്ടായിരിക്കും. ടെക്നിക്കൽ പ്രശ്നം ആയിരിക്കാനാണ് ചാൻസ്. ഈവനിങ് ഇങ്ങനെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നുകൊണ്ടായിരിക്കും. അപ്പോ പേരും തന്നിരിക്കുന്ന റോൾ നമ്പറും ഇമെയിൽ ID ആണ് അതിനകത്ത് ഫില്ല് ചെയ്യേണ്ടത്. അത് ഫില്ല് ചെയ്യുക, എക്സാം എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇച്ചിരി ഒന്ന് ടെൻസ്ഡ് ആയിരിക്കും. അപ്പൊ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ടച്ച് അല്ലേ, ഭയങ്കര സെൻസിറ്റീവും ആണ്, ആൻസർ പെട്ടെന്ന് മാറിപ്പോവാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെ? അത് ശ്രദ്ധിച്ചൊന്ന് സ്ക്രോൾ ചെയ്യുക, ധൃതി പിടിക്കണ്ട. എന്നിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ഒരു റീചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് സമയമുണ്ട്. കാരണം എല്ലാവരും 10-15 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഇത് അറ്റൻഡ് ചെയ്ത് കഴിയും. അപ്പം നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് റീചെക്ക് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, സബ്മിറ്റ് കൊടുക്കുക.
സബ്മിറ്റ് കൊടുത്തതിന് ശേഷം ഓഡിയോ ഓൺ ചെയ്ത് നിങ്ങളുടെ എക്സാം ഹോളിൽ ഇൻവിജിലേറ്റർ ഉണ്ടാവും. സാറിനോട് പറയുക പേരും റോൾ നമ്പറും പറയണം. കാരണം ചിലപ്പോൾ ഒരേ പേരുള്ളവർ, ഒരേ ഇൻഷ്യലി വരെയുള്ളവരുണ്ടാവും ചില സമയത്ത്, ചില ക്ലാസ്സിലൊക്കെ അങ്ങനെ ഉണ്ട്. പേരും റോൾ നമ്പറും പറഞ്ഞിട്ട് സബ്മിറ്റഡ് എന്ന് പറയണം, സബ്മിറ്റ് ചെയ്തു എന്ന് പറയണം. അപ്പൊ അവരുടെ കൺഫർമേഷൻ വരെ അവർ ചെക്ക് ചെയ്ത് നോക്കി നിങ്ങളുടെ റെസ്പോൺസ് അവിടെ സബ്മിറ്റ് ആയിട്ടുണ്ടോ നോക്കിയിട്ട് നിങ്ങളോട് പറയും സബ്മിറ്റ് ആയിട്ടുണ്ടെന്ന് പറയും. ഓക്കെ. ഇനി എനിക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര പേര് ടോട്ടൽ ഉണ്ടെന്ന് അറിയില്ല. ഇപ്പം കുറെ കുട്ടികളുണ്ട്. ടോട്ടൽ ഉണ്ടെങ്കിൽ 2 ഹോളിലായിരിക്കും എക്സാം. അതായത് 2 ഡിഫറെന്റ് ഗൂഗിൾ മീറ്റ് ആയിരിക്കും. അപ്പൊ റോൾ നമ്പർ വരുന്ന പേരിന്റെ ലിസ്റ്റ് കിട്ടില്ലേ, അതിലുണ്ടായിരിക്കും ഏത് ഹോളിലാണ് നമ്മൾ എന്നുള്ളത്. ഇപ്പൊ ഉണ്ണിമായ ഇപ്പൊ ഹോൾ 1 ആണ്, സുബി ഹോൾ 2 ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഹോൾ 1നും ഹോൾ 2നും തരുന്ന എക്സാമിന്റെ ലിങ്ക് സെപ്പറേറ്റ് ആയിരിക്കും. എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ സെയിം ആയിരിക്കും കേട്ടോ, ലിങ്ക് സെപ്പറേറ്റ് ആയിരിക്കും. അപ്പൊ ഉണ്ണിമായ ഹോൾ 1ലെ ലിങ്കിൽ തന്നെ എഴുതിയാലാണ് ഹോൾ 1ൽ ഇരിക്കുന്ന സാറിന് ഈ റെസ്പോൺസ് കാണാൻ പറ്റുള്ളൂ സബ്മിറ്റ് ആയത്. ഹോൾ 2ലെ ലിങ്കിൽ എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോൾ 1ൽ ഇരിക്കുന്ന ഇൻവിജിലേറ്റർക്ക് കാണാൻ പറ്റില്ല സബ്മിറ്റ് ചെയ്ത്. പിന്നെ അപ്പുറത്തെ ഹോളിൽ ചെന്നിട്ട് ആളോട് ചോദിച്ചു കൺഫേം ചെയ്യേണ്ടതൊക്കെ വരും. അത് ഈ എല്ലാരും ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് എക്സിറ്റ് ആവാൻ തുടങ്ങുന്ന ടൈം ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അപ്പുറത്ത് പോയി നോക്കി സബ്മിറ്റ് ആയോ എന്നൊക്കെ നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 2 ഹോൾ ഉണ്ടെങ്കിൽ, ഒറ്റ ഹോൾ ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ. അങ്ങനെ 2 കുട്ടികളുടെ നമ്പർ കൂടുതലാണെങ്കിൽ 2 ഹോൾ ആക്കാറുണ്ട് നിങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട്. കാരണം സബ്മിഷൻ സമയത്തൊരു റഷ് വേണ്ട, അപ്പൊ എല്ലാവരും കൂടെ അങ്ങ് പറയണ്ടല്ലോ, അങ്ങനെ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഹോൾ 1 ഹോൾ 2 അങ്ങനെ വരുവാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. ഓരോന്നിനും വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ സബ്മിഷൻ അപ്പുറത്ത് സിസ്റ്റത്തിലായിരിക്കും റെസ്പോണ്ട് ആവുന്നത്. ഇവർ 2 പേരും ചിലപ്പോൾ 2 സ്ഥലത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പുറത്തെ സിസ്റ്റത്തിൽ ആ റെസ്പോൺസ് വരും. സോഫ്റ്റ്വെയർ ആയിട്ടല്ലേ നമ്മൾ ഇത് ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. അപ്പൊ ഇത് ടേം 1ഉം ടേം 2 എക്സാമിനേഷൻ ഇനി നടക്കും. പാർട്ട് 3യും പാർട്ട് 4ഉം ബാക്കിയുള്ള ഇംഗ്ലീഷും കൂടെ ചേർന്ന് ഇതുപോലെ തന്നെ 50 ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മളുടെ പാർട്ട് 3യും പാർട്ട് 4ഉം കഴിയുമ്പോൾ ടേം 2 എക്സാമിനേഷൻ നടക്കും. അപ്പൊ 2 എക്സാം ടേം 1ഉം ടേം 2 എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേണും എക്സാമിന്റെ ഒരു രീതികളും എല്ലാം മനസ്സിലാകും. അപ്പൊ മെയിൻ എക്സാം വരുമ്പോൾ ഒട്ടും ടെൻഷൻ വരില്ല. ക്ലിയർ ആയി? മെയിൻ എക്സാം സബ്ജക്ട് വൈസ് ആട്ടോ, ഓരോ ദിവസവും ഓരോ സബ്ജക്ട്. അങ്ങനെ നമുക്ക് കോമൺ ആയിട്ട് എത്ര സബ്ജക്ട് ഉണ്ട്? 7 സബ്ജക്ട് അല്ലേ? ഡിപ്ലോമയ്ക്ക് മാത്രം 7 സബ്ജക്ട്. പി ജിക്കാര് പിന്നെ 2 അഡീഷണൽ പിന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് രീതികള്. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഡെഫിനറ്റ്ലി ഐ എം പ്രോമിസിങ് യു ഇന്നും നാളെയായിട്ട് ഞാൻ ഇന്നും പ്രിപ്പയർ ചെയ്ത് നാളെയും ബാക്കിയുള്ള ബാലൻസ് ചെയ്തിട്ട് കുറെ ഓട്ടങ്ങളിലായി. പിന്നെ കുറച്ചുകൂടി നന്നാക്കി നല്ല ക്വസ്റ്റ്യൻസ് തരണം എന്നൊരു ആഗ്രഹവും കൂടി ഉണ്ടായിരുന്നു. ഒരു അത്യാഗ്രഹമായോ സംശയം. മറ്റേത് 6 ക്വസ്റ്റ്യൻ അത്രയൊക്കെ മാക്സിമം ഉള്ളൂ ഒരു ലെസണിൽ. അപ്പൊ ഞാൻ വെച്ചിട്ട് കുറച്ചധികം തരാം, നല്ല ക്വസ്റ്റ്യൻസ് ആക്കിയിട്ട് തരാമെന്ന് വിചാരിച്ചു. നമ്മുടെ ക്ലാസ് അതുപോലെ ക്ലാസ് എടുത്തിരിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തരാമെന്ന് വിചാരിച്ചു. അതോർത്തിട്ട് അതിന്റെ ഡിലേ 17 ഇതുപോലെ തന്നെ കൊടുക്കാറുണ്ട്. അപ്പൊ പാർട്ട് 2ൽ എനിക്ക് തോന്നുന്നു ഇനി ഒരു ലെസണും കൂടി ബാക്കിയുള്ളൂ, ഡിഫൻസ് മെക്കാനിസം ആണോ? ഡിഫൻസ് മെക്കാനിസം ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുത്തതിന്റെ ബാലൻസ് എന്തെങ്കിലും ഉണ്ടോ? നോ മാം, കഴിഞ്ഞായിരുന്നു എഡ്യൂക്കേഷണൽ സൈക്കോളജി കഴിഞ്ഞു. ഓക്കെ. അപ്പൊ നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിലേക്കാണ് പോകുന്നത്. ഈ ക്ലാസ് കൂടെ എടുത്തിട്ടേ മാം റിവിഷൻ ക്ലാസ് എടുക്കത്തുള്ളൂ. റിവിഷൻ ഇപ്പൊ ഇല്ല സ്തുതി. റിവിഷൻ മെയിൻ എക്സാമിന് മുമ്പാണ് റിവിഷൻ. മെയിൻ എക്സാം എന്ന് പറയുമ്പോൾ നമ്മുടെ മോഡ്യൂൾ 1ഉം കംപ്ലീറ്റ് കഴിയും. അപ്പൊ മോഡ്യൂൾ 1ല് ഞാൻ റിവിഷൻ തരും. ഞാൻ തരുന്നത് മെയിൻലി പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. ഈ 3 പാർട്ട് 3 ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അവിടെയാണ് മോണ്ടിസോറി മെത്തേഡ്, തിയറി, ആപ്ലിക്കേഷൻസ് അതെല്ലാം വരുന്നത്. അപ്പൊ റിവിഷൻ ഞാൻ ഈവനിങ്ങേ തരുള്ളൂ. അതിപ്പോ 1.5 hours 2 hours ആയാലും നമ്മൾക്ക് ഇരുന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് സംശയമുള്ള ഭാഗങ്ങളൊക്കെ ചോദിക്കാം. ഇനി ഞാൻ പാർട്ട് 3 ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ എടുക്കാത്ത ഏതെങ്കിലും പോർഷൻ റിവിഷൻ വേണം ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ടോ. ഞാൻ ചിലപ്പോൾ ആ സമയത്ത് പറയാൻ വിട്ടുപോയല്ലോ എന്ന് ഓർക്കുക. വേണമെങ്കിൽ എന്നെ ഒന്ന് നേരത്തെ ഇൻഫോം ചെയ്യണം. ക്ലിയർ ആയോ?
ഞാൻ എടുക്കാത്ത ഏതെങ്കിലും ഞാൻ എടുക്കുന്ന ലെസൺസും അതുകൂടാതെ 1 ഉം 2 മറ്റു പല ലെസൺസും എനിക്ക് റിവിഷൻ തരാനായിട്ട് പറ്റും. ഇനി അതല്ല നിങ്ങൾക്ക് എക്സ്ട്രാ വേറെ ഏതെങ്കിലും ലെസൺസ് ഏതെങ്കിലും ഫോക്കസ് ചെയ്യണം, ഒന്ന് എംഫസൈസ് ചെയ്ത് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് എന്നെ ഒന്ന് 2 ദിവസം മുമ്പെങ്കിലും, റിവിഷന്റെ ഡേ പറയണേന് 2 ദിവസം മുമ്പെങ്കിലും എന്നെ ഇൻഫോം ചെയ്താൽ എനിക്കത് എളുപ്പമായിരിക്കും. അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് വരാം. ഓക്കെ Okay, ma'am. ഓക്കെ ദെൻ. സോ ഡിഫൻസ് മെക്കാനിസം. ഓക്കെ, നമുക്കിപ്പോ സ്കൂളുകളിൽ കുട്ടികളെ പല സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ചില ഡിഫൻസ് ടെക്നിക്സ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളും കുട്ടികളെ കൊണ്ടുപോയിട്ട്, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമ്മൾ കരാട്ടെ, പിന്നെ കുങ്ഫു, പിന്നെ കളരിപ്പയറ്റ് എന്നൊക്കെ കുട്ടികളെ ചേർത്ത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ അവരെ കുറച്ചുകൂടെ ഫിസിക്കലി ആക്റ്റീവ് ആക്കാനുള്ള അങ്ങനെയുള്ള പല എന്താ പറയാ ഇതിലും കൊണ്ടുപോയി ജോയിൻ ചെയ്യിക്കും അല്ലെ. കാരണം നമ്മുടെ കാലം ഇങ്ങനെ മാറും തോറും ഈ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ സ്ട്രോങ് ആക്കാനായിട്ട് നോക്കും. അത് മാത്രല്ല, നമ്മൾ എപ്പോഴും നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് എന്തെങ്കിലും ഫോഴ്സിൽ വരുന്ന കണ്ടാൽ നമ്മളൊന്ന് ഡിഫെൻഡ് ചെയ്യും. അപ്പൊ നമ്മുടെ ബോഡിയുടെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു റിഫ്ലക്സ് ആക്ഷൻ ആണ് അല്ലെ. എന്തെങ്കിലും മേലേക്ക് വീഴാൻ വരുവാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ മാറിക്കളയും. ആരെങ്കിലും അടിക്കാൻ വരുമ്പോ നമ്മൾ ഒഴിഞ്ഞു മാറും അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ തടയും അല്ലെ. അങ്ങനെ പലതും നമ്മൾ ഡിഫെൻഡ് ചെയ്യാറുണ്ട്. ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഡിഫെൻഡ് അല്ലെ, അതുപോലെ തന്നെ നമ്മളുടെ മനസ്സും, നമ്മൾ പറഞ്ഞു നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മനസ്സിന്റെ ആരോഗ്യം. അതുപോലെ തന്നെ മൈൻഡ് കൊണ്ട് നമ്മൾ ഡിഫെൻഡ് ചെയ്യും. കൊച്ചു കുട്ടികൾ അങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്കൂളിൽ LKG ചേർത്തു, ദിവസം വരുമ്പോ പെൻസിൽ, റബ്ബർ, സ്കെയിൽ എല്ലാം സ്കൂളിൽ ഇട്ടിട്ട് വരുന്നത്. അവരോട് അത് ചോദിക്കുമ്പോ അവരെന്താ മറുപടി പറയുന്നത്? ഭയങ്കര കഥകളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് പറയും. അതിന് ഇമാജിനേറ്റീവ് സ്റ്റോറീസ് ഒക്കെ പറയും അല്ലെ. അത് അവരുടെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. ഭയങ്കര ഫാന്റസിയിൽ അവർ പറയണത്. അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഉള്ളിൽ ചിരി വരും. പിന്നെ നമ്മൾ ഭയങ്കര ഗൗരവത്തിലൊക്കെ നിൽക്കും അല്ലെ. അപ്പൊ അങ്ങനെ വൈറ്റ് ലൈസ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു രീതിയിലൊരു ഡിഫൻസ്, ഒരു മെന്റൽ മെക്കാനിസം. പിന്നെ ചില സമയത്ത് നമ്മളും ചെയ്യും, എല്ലാവരിലും ഉണ്ട് ഈ ഡിഫൻസ് മെക്കാനിസം അല്ലെ. നമുക്ക് താല്പര്യമില്ലാത്ത കാര്യത്തെ പറ്റി ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഒട്ടും താല്പര്യമില്ല റെസ്പോണ്ട് ചെയ്യാൻ, നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാറുണ്ട്. അവിടെ എനിക്ക് ചിലപ്പോ ഭ്രാന്താവും. അതിലും നല്ലത് മനസ്സമാധാനം കിട്ടാൻ വേറെ എങ്ങോട്ടെങ്കിലും പോവാന്ന് നമ്മൾ പറയും, വിത്ഡ്രോവൽ. അതൊരു ഡിഫൻസ് മെക്കാനിസം. പിന്നെ അതുപോലെ തന്നെ ചില ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറ്റൻഷൻ സീക്കിംഗ് ഭയങ്കരമായിട്ട് അവർക്ക് ഉണ്ടാവും. അവര് മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു പറ്റി അവരെ അങ്ങ് കൂടുതൽ കെയർ ചെയ്യണം. ആ രീതിയിലുള്ള ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ദാറ്റ് ഇസ് സിമ്പത്തിസം. അതൊരു ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം. പിന്നെ ടേം 1 എക്സാമിനേഷൻ എളുപ്പമായിരിക്കും, എന്നാലും ഞാൻ വെറുതെ ഒന്ന് പറയുകയാണ്. ടേം 1 എക്സാമിനേഷൻ ഞാനും എഴുതുന്നുണ്ടെന്ന് വിചാരിച്ചോട്ടെ, നിങ്ങളുടെ കൂടെ സ്റ്റുഡന്റ് ആണെങ്കിൽ. എനിക്ക് ഭയങ്കര ടഫായിരുന്നു ടേം 1 എക്സാമിനേഷൻ. ഞാനിങ്ങനെ നോക്കുക, ബാക്കി എല്ലാരും അത് തന്നെ പറയണേ ടഫാണ്. ഓ സമാധാനായി, എല്ലാവർക്കും ടഫാ. ദാറ്റ് ഇസ് എ നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണല്ലോ ഡിഫൻസ് മെക്കാനിസം. വീട്ടിൽ കരണ്ട് പോയി, ഓടി ചെന്ന് പുറത്ത് നോക്കും, അടുത്ത വീട്ടിൽ കരണ്ട് ഉണ്ടോ, സമാധാനായി, കരണ്ട്. ഇതൊക്കെ ഒരുതരം ഡിഫൻസ് മെക്കാനിസം ആണ്, മെന്റൽ മെക്കാനിസം ആണ്. ഇതാണ് ഡിഫൻസ് മെക്കാനിസം. ഞാനതൊന്ന് ഷെയർ ചെയ്യാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് ഒത്തിരി കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്താലാണ് ഓരോ ഡിഫൻസ് മെക്കാനിസവും എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, എക്സാമിനെ കുറിച്ച് ഓർത്ത് വറി ചെയ്യണ്ട. മോക്ക് ടെസ്റ്റ് നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇനി ടീച്ചർ മോക്ക് ടെസ്റ്റ് തന്നിട്ട് വേണ്ടല്ലേ, അപ്പൊ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മള് ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതൊന്ന് ഒരെണ്ണം കഴിയുമ്പോഴേക്കും നിങ്ങൾ നല്ല റിലാക്സ്ഡ് ആവും. മെയിൻ എക്സാം യു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. എന്താ പറയാ, ക്ലാസ്സിൽ കയറുന്നവർക്ക് ഒട്ടും ടെൻഷൻസ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ റെക്കോർഡ് ക്ലാസ് കാണുന്നവരും വിഷമിക്കേണ്ട, ക്ലാസ്സിൽ ഒട്ടും കയറാത്തവരും വിഷമിക്കേണ്ട. പക്ഷെ നിങ്ങൾ റിവിഷനിലൊന്ന് കയറണം. കുറെ പേര് റിവിഷൻ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീച്ചറുടെ ഒറ്റ റിവിഷൻ ക്ലാസ് ആണ് കൊണ്ടാണ് ഞാൻ പരീക്ഷ എഴുതിയത്. ഒരു എക്സാം എഴുതുമ്പോൾ തന്നെ, ഫസ്റ്റ് എക്സാം എഴുതുമ്പോൾ തന്നെ അവരങ്ങോട്ട് റിലാക്സ്ഡ് ആയി.
കാരണം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ, ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, റെക്കോർഡ് ക്ലാസ്സും കണ്ടിട്ടില്ലല്ലോ, എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ, അങ്ങനെ വെച്ചിട്ട് ഈ PDF വായിക്കും. വൺസ് PDF പലതവണ വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും, PDF വായിക്കുന്നതിലും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡൈജസ്റ്റ് ആവുന്നത് ക്ലാസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണോ? Yes, ma'am. PDF ഒറ്റയ്ക്ക് ഇരുന്ന് വായിക്കുന്നു ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ, ഇച്ചിരി പാടായിരിക്കും. അതേ പക്ഷേ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ PDF വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര സ്ട്രഗിൾ ഇല്ല, പെട്ടെന്ന് വായിച്ചു പോകും, ആ ഒരു ഫ്ലോ കിട്ടും. ക്ലാസ് കയറാതെ PDF മാത്രം വായിക്കുമ്പോൾ നമുക്ക് ഫ്ലോ കിട്ടില്ല. സോ ശരിക്കും ടൈം അവിടെ എക്സ്ട്രാ എടുക്കുക, എഫേർട്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവരോട് അതൊന്ന് ജസ്റ്റ് ഗ്രൂപ്പിലൊന്ന് പറയാം. റിവിഷൻ ക്ലാസ് ഒന്ന് മിസ് ചെയ്യാതെ അവരോടൊന്ന് കയറാൻ പറയാം. നിങ്ങളെല്ലാവരും എന്തായാലും കയറുന്നത് എനിക്കറിയാം. ഒട്ടും ക്ലാസ്സിൽ കയറാൻ സമയം കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരോട് റിവിഷൻ ക്ലാസ് ഒന്ന് എന്തായാലും ഒന്ന് കയറാൻ പറയാം കേട്ടോ. കാരണം ഇനി നമുക്ക് സമയമുണ്ട് റിവിഷന്. ഞാനിപ്പോ ഒന്ന് പറഞ്ഞു, ലാസ്റ്റ് ടൈമിൽ ചിലപ്പോൾ എന്റെ കാര്യമില്ല, ചിലപ്പോൾ ഞാൻ വിട്ടുപോയാലോ എന്ന് വെച്ചാൽ റിവിഷൻ ഞാൻ എന്തായാലും തരും. ഓക്കെ, ഡിഫൻസ് മെക്കാനിസം ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ സ്ക്രീൻ. യൂണിറ്റ് 9 അല്ലേ? ഡിഫൻസ് മെക്കാനിസം. ആ ഫസ്റ്റ് പാരഗ്രാഫ് ആരെങ്കിലും ഒന്ന് വായിക്കൂ, ഒരു വലിയ പാരഗ്രാഫ് ഉള്ളത്. Certain situations or factors intervene in the smooth development of the individual and cause acute emotional conflicts and frustration. These conflicts and frustration anger the individual's psychological balance, but the human individual is adapted with mental capacities to protect himself against such psychological menace as much as his body is equipped with powers to protect against physical hazards or distress. These protective devices are known as ego, defense, or defense mechanisms, or mental mechanisms, or dynamisms. They are protective in that they help the individual to overcome threats to his ego. They lessen the distress wrought by frustration and conflicts. They ease one's failure, preserve inner harmony, and make the individual able to make adaptations to distressing experiences. There are few special types or responses which make us feel better, which we use in keeping our self-respect or prestige that is being threatened by our frustrations or hindrances which we cannot control. When these mechanisms come into action, the indication is that we are facing some problem of adjustment, or that some motivations have been obstructed, and that we are trying to find out some way to solve our problems and to mitigate our tensions. We shall see the important mechanisms which work in our daily life. These consist of compensation, rationalization, projection, identification, substitution, and sublimation, repression, negativism, and sympathism, withdrawal, and daydreaming or fantasy. ഓക്കെ ഫൈൻ. സോ ഡിഫൻസ് മെക്കാനിസം, മെന്റൽ മെക്കാനിസം എന്നും അറിയപ്പെടും.
ഡിഫൻസ് മെക്കാനിസം. നമ്മുടെ മൈൻഡിനെ നമ്മളൊന്ന് സ്ട്രെസ്സുമായിട്ട് കോപ്പപ്പ് ചെയ്യുക. യെസ്, എവറിത്തിങ് വിൽ ബി ഫൈൻ. നമ്മൾ ചില സമയം മനസ്സിനോട് തന്നെ പറയില്ലേ, എവറിത്തിങ് വിൽ ബി ഫൈൻ. ഇന്നത്തെ ഇത്തിരി ടഫായിരുന്നു, കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം ഐ വിൽ മേക്ക് ഇറ്റ് ഒക്കെ പറഞ്ഞിട്ട് നമ്മള് മനസ്സിനെ ശരിക്കും നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മെന്റൽ ഹെൽത്തിന് വളരെ നല്ലത് തന്നെയാണ് ഡിഫൻസ് മെക്കാനിസം. പക്ഷെ നെഗറ്റീവ് സൈഡിലേക്ക് പോകുമ്പോഴാണ് മനസ്സിനെ അത് ഭയങ്കരമായിട്ട് അസ്വസ്ഥമാക്കുന്നത്. കാരണം സിമ്പത്തീസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഫേക്കിംഗ് പോലെ നമുക്ക് തോന്നും. മറ്റൊരാളുടെ സിമ്പതി പിടിച്ചു പറ്റാനായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു, അവിടെ ഫേക്കിംഗ് പോലെ തോന്നും. അതേസമയം നമ്മൾ വിത്ഡ്രോ ചെയ്യുവാണ്, ഭയങ്കര കോൺഫ്ലിക്ട്സ്, വഴക്ക് നടക്കുന്നു, അവിടെ നമ്മൾ ഇടപെട്ടാൽ അത് നമ്മളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യും. സോ നമ്മളവിടെ നിന്ന് മാറിപ്പോകും. ദാറ്റ് ഇസ് എ ഗുഡ് ഡിഫൻസ് മെക്കാനിസം. നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പല ഡിഫൻസ് മെക്കാനിസവും നമ്മളുടെ സെൽഫ് എസ്റ്റീം ഇംപ്രൂവ് ചെയ്യും. നമുക്കൊരു സെൽഫ് അവയർനെസ് ശരിക്കും നമുക്ക് വേണ്ടതാണ്. നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജി പറഞ്ഞു, ഇൻട്രോസ്പെക്ഷൻ നല്ലൊരു അനാലിസിസ് ടെക്നിക്കാണ് അല്ലെ ഇൻട്രോസ്പെക്ഷൻ. നമ്മളെ തിരിച്ചറിയുന്നു. അത് നമ്മൾ എങ്ങനെ ഒരു കുട്ടിയിൽ ഉപയോഗിക്കും? ആ കുട്ടി ഇങ്ങനെ ഭയങ്കര ഡൗൺ ആയിട്ടൊന്നും പറയാം. കാരണം കുട്ടിയുടെ വീട്ടിൽ നിന്ന് കേട്ടത്, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ചെയ്യുന്ന പാരന്റ്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീച്ചേഴ്സിൽ നിന്ന് കേട്ടായിരിക്കും, എന്നെ കൊണ്ടൊന്നും കൊള്ളില്ല, നീ എന്ത് എപ്പോഴും പൊട്ടത്തര ചെയ്യുന്നത്. അപ്പൊ കുട്ടികളുടെ ആ ഒരു കോൺഫിഡൻസും സെൽഫ് എസ്റ്റീം ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അവൻ പറയാം, ഓ ഞാനൊന്നും ചെയ്താൽ ശരിയാവില്ല. അങ്ങനെ പറയുന്നവനെ നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട്, ഇൻട്രോസ്പെക്ഷൻ, സെൽഫ് അനാലിസിസ് അവനെ കൊണ്ട് നടത്തിക്കണം. അതിന്റെ പോസിറ്റീവ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. യു ആർ ബ്ലെസ്ഡ്, നീ അതിന് താങ്ക് യു പറയൂ. ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമല്ലോ, പ്രെയർ ചെയ്യുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ആണല്ലോ നമ്മൾ പറയുന്നത്. എനിക്ക് ഇത് ഇങ്ങനെ ഒരു അവസരം തന്നെ ദൈവത്തിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രെയർ പറയാറില്ലേ. അപ്പൊ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അത് അവനെ കൊണ്ട് ചെയ്യിക്കണം. ഒരു സെൽഫ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത് കഴിയുമ്പോൾ അവൻ കോൺഫിഡന്റ് ആവും. അപ്പൊ അതുകൊണ്ട് ചില സമയങ്ങളിൽ ഡിഫൻസ് മെക്കാനിസം കറക്റ്റ് വേയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ സെൽഫ് എസ്റ്റീമിനും നല്ലതാണ്. നമ്മുടെ സെൽഫ് അവയർനെസ് കുറച്ചുകൂടെ കൂടും. ഒരു ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ആണ് അവിടെ ഇംപ്രൂവ് ആവുന്നത്. നമുക്ക് നമ്മളെ കുറിച്ചുള്ള ആ ഒരു എന്താ പറയുക ഉൾക്കാഴ്ച നല്ലപോലെ കൂടും. ഓക്കെ, ഡിഫൻസ് മെക്കാനിസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോ അനലിസ്റ്റ് ആയ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് കുറെ ഡിഫൻസ് മെക്കാനിസം പോസ്റ്റുലേറ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ മകളായ അന്ന ഫ്രോയിഡ് ആൻ ഫ്രോയിഡ്സ് അവരും അവരുടേതായ ചില ഒബ്സർവേഷൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഡിഫൻസ് മെക്കാനിസം കുറേ ഉണ്ട്. അപ്പൊ നമ്മളുടെ ഒരു എന്താ പറയാ അൺകോൺഷ്യസ് ആയിട്ടുള്ള ചില സൈക്കോളജിക്കൽ സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് നമ്മുടെ മൈൻഡിനെ ആൻസൈറ്റിക്കും അതുപോലെ തന്നെ ഗിൽറ്റ് ഫീലിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കുറവുകൾ, ഷോർട്ട് കമ്മിങ്സ്, അതിനെയൊക്കെ നമുക്കൊന്ന് ലഘൂകരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് ഈ പല ഡിഫൻസ് മെക്കാനിസം. ഇപ്പം എന്താ പറയാ നല്ല നിലയിൽ എത്തണം എന്നൊക്കെ പാരന്റ്സ് വിചാരിച്ചിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടൊന്നും നടന്നില്ല. എപ്പോഴും അവർക്ക് ആ ഒരു നിരാശയാണ്, ഡെസ്പെയർ, അത് നടന്നില്ല. പക്ഷെ അവരുടെ മകൻ അല്ലെങ്കിൽ മകള് അവരുടെ പ്രതീക്ഷയെക്കാളും ഉയർന്ന ആ ഒരു സ്ഥാനത്ത് എത്തുമ്പോഴേക്കും അവർ ഭയങ്കര ഹാപ്പിയാണ്. അതായത് അവരുടെ ഒരു ഷോർട്ട് കമ്മിങ്, അവരുടെ കുറവുണ്ടായിരുന്നത് വേറൊരാളില് അതൊരു വിജയമായി കാണുമ്പോൾ അവരങ്ങ് ഹാപ്പിയാവും. അതൊരു ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം. വേറൊരാളിലേക്ക് അത് കാണുമ്പോൾ റിഫ്ലക്ട് ചെയ്ത് കാണും. അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ഒരു മെക്കാനിസം എപ്പോഴെങ്കിലും ഉപയോഗിക്കാത്ത ഒരു സമയം ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. ശരിക്കും പലപ്പോഴും അൺകോൺഷ്യസ് പ്രോസസ് ആണ് ഈ ഡിഫൻസ് മെക്കാനിസം. ഇത് പർപ്പസ് എന്താണ്? നമ്മുടെ മൈൻഡിനെ ഒന്ന് സെറ്റ് ആക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു പർപ്പസ്. സ്ട്രെസ് മാനേജ്മെന്റ് ആണ് നല്ല രീതിയിൽ ഡിഫൻസ് മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് അതിനകത്ത് അതൊക്കെയാണ് ഞാൻ ഫസ്റ്റ് പാരഗ്രാഫിൽ ഉദ്ദേശിച്ച് പറഞ്ഞത്. പല ടൈപ്പ് ഉണ്ട്. നമുക്കിനി ഓരോന്നും എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ട് ചെയ്ത് പറയാനുണ്ടെങ്കിൽ പ്ലീസ്. കാരണം കുറേ നമുക്ക് ചിലപ്പോ മീൻസ് പേരോ അങ്ങനെയൊന്നും കാര്യങ്ങളോ ഒന്നും വ്യക്തമാക്കണ്ട. ആ രീതിയിൽ നല്ല പോസിറ്റീവ് തിങ്സ് ആണെങ്കിൽ ഇപ്പൊ ഓപ്പൺ അപ്പ് ആവുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല. മാം അത് തന്നെയാണ് ഈഗോ ഡിഫൻസ്. അതെ ശരി. നമ്മുടെ ഈഗോയെ ഹർട്ട് ചെയ്യുന്ന എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കാനായിട്ട് നോക്കില്ലേ? അതൊക്കെ ഒരു ഡിഫൻസ് മെക്കാനിസം.
നമ്മുടെ ഈഗോ, ആ ഒരു നമ്മുടെ സെൽഫിന് വരുന്ന എന്തെങ്കിലും ഒരു തടസ്സം, അതായത് ഇപ്പോ ശരീരത്തിന് ഒരു ഉപദ്രവം വരുമ്പോൾ നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഈഗോയെ ഹർട്ട് ചെയ്യുന്ന നമ്മുടെ സെൽഫിന് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വരുന്നതിനെ നമ്മളൊന്ന് ഡിഫെൻഡ് ചെയ്യും. അതാണ് ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ മെന്റൽ മെക്കാനിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സൈക്കോളജിക്കൽ ബാലൻസ് അതൊന്ന് പ്രോപ്പർ ആകും. നമ്മുടെ മനസ്സ് ശരിയല്ലെങ്കിൽ നമ്മൾ അന്ന് ചെയ്യുന്ന ആക്ഷൻ മുഴുവനും ബുദ്ധിമുട്ടാവൂലേ. നമ്മുടെ ശരീരം അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. അതൊക്കെ നമ്മൾ ഹെൽത്ത് ആൻഡ് ഹൈജീനിൽ പഠിച്ചു. നമ്മൾ ആകെ ഡള്ളായി പോവും, അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങൾ. പിന്നെ ഡേ ഡ്രീമിങ്. ഈ ഡേ ഡ്രീമിൽ ഇങ്ങനെ തന്നെ പോവാതെ അത് നമ്മൾ ആക്ഷൻസിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഒരു നല്ലൊരു റിസൾട്ടാണ് ഡിഫൻസ്. ഡേ ഡ്രീമിങ് ഇസ് ഗുഡ്. നമ്മളൊന്ന് പോസിറ്റീവ് ആക്കാനായിട്ട്, അതായത് ഇപ്പൊ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളിങ്ങനെ ഇരുന്ന് ഞാൻ അതിന് എക്സാമിന് പോകുന്നു, എക്സാം ഞാൻ നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, ഞാൻ നല്ല രീതിയിൽ എഴുതി, എനിക്ക് നല്ല സ്കോർ കിട്ടി, അപ്പൊ എനിക്ക് ആ ജോബിന് ചാൻസ് ആയി, ഇന്റർവ്യൂ എല്ലാം ക്വാളിഫൈ ചെയ്തു. അങ്ങനെയൊക്കെ ഇരുന്ന് നമ്മൾ പരീക്ഷ ആയിട്ടില്ല, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഡേ ഡ്രീമിങ് ചെയ്യുക. പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ സെൻസ് നമ്മുടെ ഉണർന്നു, നമ്മൾ വിചാരിക്കുക അത് യാഥാർത്ഥ്യമാക്കാൻ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഡേ ഡ്രീമിങ് ഇസ് ഗുഡ് അല്ലേ. അതേസമയം ഫുൾ ടൈം ഡേ ഡ്രീമിങ് ചെയ്യുന്നത് സമയത്ത് പഠിച്ചുമില്ല, പരീക്ഷ മര്യാദയ്ക്ക് എഴുതാൻ പറ്റിയെന്ന് വെച്ചാൽ ആ ഡിഫൻസ് മെക്കാനിസം ഒക്കെ നെഗറ്റീവ് സൈഡിലേക്ക് പോയി. സംടൈംസ് നമ്മളെ നമ്മളൊന്ന് നന്നാക്കാനായിട്ട് ഡിഫൻസ് മെക്കാനിസം ഹെൽപ്ഫുൾ ആയിരിക്കും. അതാണ്. അപ്പൊ അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ നമ്മുടെ മൈൻഡ് ശരിയാകുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് വൺ കോമ്പൻസേഷൻ. ആരെങ്കിലും ഫസ്റ്റ് വൺ ഒന്ന് വായിക്കൂ, എന്നിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഉണ്ടാവുന്ന അറിയ കാര്യങ്ങൾക്ക് അറിയാം. യെസ് പ്ലീസ്. Compensation. When an individual makes an attempt to compensate for a deficiency by directing his energies to some other aspects of his personality in which no deficiency exists, he is using the mechanism of compensation. ഓക്കെ, ഞാനൊന്ന് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് പറഞ്ഞുതരാം. ഇതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. അതായത് നമ്മളെല്ലാരും പെർഫെക്റ്റ് ഒന്നുമല്ല അല്ലെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടാവും, ചിലത് നമുക്ക് ഹൈലായിരിക്കും. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ കുറവിനെ കൺസീൽ ചെയ്യുന്നു, മറച്ചു വെച്ചിട്ട് നമ്മുടെ പോസിറ്റീവ്സ്, നമ്മുടെ കഴിവുകൾ, നമ്മുടെ എന്താണോ നമുക്ക് കൂടുതലായിട്ടുള്ളത് അതിനെ നമ്മൾ എൻഹാൻസ് ചെയ്യും. അതായത് കോമ്പൻസേറ്റ് ചെയ്യുക, കുറവിനെ കോമ്പൻസേറ്റ് ചെയ്യും. ഓ, എനിക്ക് അതില്ലെങ്കിൽ എനിക്ക് ഇതുണ്ടല്ലോ, ലൈക്ക് ദാറ്റ് ടൈപ്പ് ഓഫ്. ഞാൻ പാട്ട് പാടില്ലായിരിക്കും, പക്ഷെ ഞാൻ എഴുതുമല്ലോ. നമ്മൾ സ്വയം നമ്മളെ തന്നെ ഒന്ന് സമാധാനിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, കോമ്പൻസേറ്റ് ചെയ്യാണ്. നമ്മുടെ ഇല്ലാത്തൊരു കാര്യത്തെ നമ്മളുള്ള കാര്യമായിട്ട് കോമ്പൻസേറ്റ് ചെയ്യും. നമ്മുടെ ഷോർട്ട് കമ്മിങ്സിനെ നമ്മുടെ ഡെഫിഷ്യൻസിനെ കൺസീൽ ചെയ്തിട്ട് നമ്മളുടെ ഉള്ള ഒരു കഴിവിനെ അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ദാറ്റ് ഇസ് കോമ്പൻസേഷൻ. ചിലപ്പോ എന്റെ മദറിലോ കൊണ്ടു, പക്ഷെ അത് നമ്മളെ കുറെ ഒന്ന് മാറ്റും, ചേഞ്ച് ആകും. കാരണം ഈ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണെന്ന് തോന്നുന്നു നമുക്ക് ഈ അസൂയ കുശുമ്പൊന്നും ഭയങ്കര ഹൈ ലെവലിലൊന്നും ഉണ്ടാവില്ല. എനിക്കതില്ലെങ്കിൽ എന്താ, എനിക്കിതുണ്ടല്ലോ അല്ലെ. ഞാനിപ്പോ ജോലിക്ക് പോകുന്നില്ല, പക്ഷെ ഞാൻ എന്റെ വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്നു. ഞാനൊരു ഹോം മേക്കറാണ്, എന്റെ വീട് ഭംഗിയായി നോക്കുന്നു, ഞാൻ നല്ലപോലെ കുക്ക് ചെയ്യുന്നു, എനിക്ക് നല്ലൊരു ഗാർഡൻ ഉണ്ട്, വെരി ഹാപ്പി അല്ലെ. അതേസമയം നമ്മള് എനിക്ക് ജോലിയില്ലല്ലോ നമ്മളിങ്ങനെ അത് തന്നെ ആലോചിച്ചിരുന്നത് നമുക്ക് ഡെസ്പെയർ തന്നെയായിരിക്കും, നിരാശ തന്നെയായിരിക്കും. പക്ഷെ അപ്പൊ ഈ കോമ്പൻസേഷനുള്ള ഡിഫൻസ് മെക്കാനിസം നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുമ്പോഴേക്കും വിൽ ബി വെരി ഹാപ്പി, നമ്മളങ്ങ് പോസിറ്റീവ് ആവും. എല്ലാവരും എല്ലാം തികഞ്ഞതല്ല, എനിക്ക് അതില്ലെങ്കിൽ ബട്ട് ഐ ഹാവ് ദിസ് എന്നുള്ളൊരു ഫീലിംഗ്. അപ്പൊ നമ്മൾ നമ്മുടെ അൺഡിസൈറബിൾ ഷോർട്ട് കമ്മിങ്സ്, നമുക്ക് ഒട്ടും നമ്മുടെ ആ കുറവിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ നമ്മുടെ ഡിസൈറബിൾ ബിഹേവിയറിലേക്ക് നമ്മൾ അങ്ങ് എക്സാജറേറ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ പാടാനായിട്ട്. നല്ലപോലെ പാടുന്നവരെ കാണുമ്പോൾ ചിലപ്പോൾ കൊതി വരാറുണ്ട്. പക്ഷെ നമ്മൾ ശരിക്കും പാടാൻ പറ്റില്ല, പക്ഷെ ഞാൻ പാട്ട് ആസ്വദിക്കും, പിന്നെ പാടുന്നവരെ അപ്രീഷിയേറ്റ് ചെയ്യും. പിന്നെ എനിക്ക് പാടാൻ പറ്റില്ലെങ്കിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ വെരി ഹാപ്പി. അപ്പൊ നമുക്ക് ആ ഒരു അസൂയയും കുശുമ്പും ഒന്നും ഭയങ്കര ഹൈ ലെവൽ ഡിഗ്രിയിൽ തോന്നില്ല. ഹൈ ലെവലിൽ തോന്നുമ്പോഴാണ് അത് വയലൻസ് ആവുന്നത്. അപ്പൊ ചെറിയ രീതിയിൽ ഒക്കെ പാടാൻ കഴിവുണ്ടല്ലോ അങ്ങനെ ഒരു തോട്ട് വന്നു വെച്ച് അത് ആരെയും ഹാം ചെയ്യുന്നില്ല. അതേസമയം അവന്റെ ആ കഴിവിനെ എനിക്ക് നശിപ്പിക്കണം, അവനെ നശിപ്പിക്കണം, അവന് അതില്ലാണ്ടാക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ്
ഭയങ്കര വയലൻസിലേക്ക് പോകും. അതേസമയം നമ്മൾക്കുള്ളത് നമ്മളൊന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കും. അങ്ങനെയൊക്കെ നോക്കും. അത് ഇത് എക്സാമിന് വരുമ്പോ പല ബാച്ചുകാരും, ഞാൻ അധികം ബാച്ചിന് എടുത്തിട്ടില്ല കേട്ടോ. ഫസ്റ്റ് 2 ബാച്ചിന് ഡിഫൻസ് മെക്കാനിക്സ് എടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വരുന്നത് ഒന്ന് ആലോചിച്ചു. പലപ്പോഴും എക്സാമിന് കുട്ടികള് ഭയങ്കര കൺഫ്യൂസ്ഡ് ആകാറുണ്ട് ഈ ഡിഫൻസ് മെക്കാനിക്സിനെ കുറിച്ചിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണല്ലോ മിസ് എന്നാ പറ്റും. അപ്പൊ ഏറ്റവും എനിക്ക് തോന്നിയത്, നിങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കി ചിന്തിക്കുവാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. നമുക്കൊരു കാര്യമില്ല, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കുള്ള കാര്യത്തിനെ നമ്മൾ ഒലിപ്പിച്ച് കാണിക്കുന്നു. അത്രേ ഉള്ളൂ കോമ്പൻസേഷൻ. പിന്നെ ഞാൻ എല്ലാ ക്ലാസ്സിലും പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മുടെ ഫോണിൽ ഒരു ആപ്പ് ഉണ്ട്, വേർഡ് വെബ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡിക്ഷണറി പോലത്തെ ആപ്പാ. എനിക്കത് ഭയങ്കര യൂസ്ഫുൾ. ഈ വേർഡ് വെബില് നിങ്ങൾ ഈ ഓരോ ഡിഫൻസ് മെക്കാനിക്സും ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ സൈക്കോളജിയിലുള്ള ഇൻഡെപ്ത് മീനിങ് കൊടുത്തിട്ടുണ്ട്, ഒരു ഡെഫിനീഷൻ പോലെ കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കുറച്ചുകൂടെ മനസ്സിലാവുന്ന ലാംഗ്വേജിൽ അതിന്റെ വേർഡ് മീനിങ് അല്ല അവർ കൊടുത്തേക്കണേ. സൈക്കോളജിയിൽ ഈ സാധനം എന്താന്നുള്ളത് നല്ലൊരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോ അതൊന്ന് നോക്കിക്കോളൂ. അതെ മാം, പിന്നെ നമുക്കിത് ഇംഗ്ലീഷിലാണല്ലോ ക്വസ്റ്റ്യൻ ഒക്കെ വരിക. അപ്പൊ നമുക്കിപ്പോ കോമ്പൻസേഷൻ പറയുമ്പോ ഇപ്പൊ ഇംഗ്ലീഷിൽ ടിക്ക് ചെയ്യാനല്ലേ വരിക എക്സാമിന്. അതെ അതെ. അപ്പൊ നമുക്ക് ഇതില് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവാതിരിക്കും ഒരു ഇംഗ്ലീഷ് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇത് എവിടുന്ന് മുതലാ കോമ്പൻസേഷൻ ഇങ്ങനെ പറയാം. അതായത് ഷംസ് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുമ്പോ അത് ആൻസർ കോമ്പൻസേഷൻ ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനുള്ള എളുപ്പമാണോ ചോദിക്കുന്നത്? അതെ. അപ്പൊ ഇതില് ക്വസ്റ്റ്യൻ അതുപോലെ സിമ്പിൾ തന്നെയായിരിക്കും. നിങ്ങൾക്ക് വായിച്ചതിനെ ഈ പരീക്ഷയ്ക്ക് മുമ്പ് എല്ലാവരും പറയുന്ന ഒരു കൺസേൺ ആണ്, മാം ഇംഗ്ലീഷ് ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലോ, ഇപ്പൊ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ലെങ്കിലോ, മീനിങ് ആരെങ്കിലും പറഞ്ഞു തരാനുണ്ടോ? ഇതിനെല്ലാം ഉള്ള എന്റെ മറുപടി, നിങ്ങളുടെ ഏത് എക്സാം എഴുതുമ്പോഴും ഞാൻ എക്സാം ഹോളിൽ കയറില്ലായിരിക്കും, പക്ഷെ ഞാൻ അലേർട്ട് ആയിരിക്കും, ഞാൻ ആക്റ്റീവ് ആയിരിക്കും. ആ സമയത്ത് ഞാൻ വേറെ ഒരു ആക്ടിവിറ്റീസിൽ ഞാൻ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എക്സാം ഹോളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവിജിലേറ്റേഴ്സിനെ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഞാൻ ഉണ്ടാവും. പക്ഷെ ഇതുവരെ ഒരു ബാച്ചിലും മീനിങ് ഇതുപോലെ കൺസേൺ പറഞ്ഞവർക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ തന്നെയായിരുന്നു ക്വസ്റ്റ്യൻസ് എല്ലാം. അതുകൊണ്ട് മീനിങ് ആരും ഇതുവരെയും ചോദിച്ചിട്ടില്ല. അതോടൊത്ത് ടെൻഷൻ ആവണ്ട. നമ്മളങ്ങനെ സിമ്പിൾ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസിൽ വരുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഹാളിൽ അങ്ങനെ കയറി ഇരിക്കില്ല എന്നേ ഉള്ളൂ. ഞാൻ ആ സമയത്ത് ഞാൻ ആക്റ്റീവ് ആയിട്ട് തന്നെ എന്റെ ഫോണും ഉണ്ടാവും, വാട്സപ്പ് ഉണ്ടാവും. അങ്ങനെ ചില സമയത്ത് ഒരു ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ പറയാം. ടെൻഷനൊന്നും ആവണ്ട. നിങ്ങളിപ്പോ ഇങ്ങനെ ആൻസർ ഓപ്ഷൻ ഇങ്ങനെ മോക്ക് ടെസ്റ്റിന്റെ അറ്റൻഡ് ചെയ്ത് അറിയാലോ, ടച്ച് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ബബിള് പോലെ വരും. നമ്മളിങ്ങനെ അങ്ങനെയല്ലേ പോകുന്നേ. ചില സമയത്ത് നമുക്ക് കറക്റ്റ് ആൻസർ ഓപ്ഷനിൽ പോയി എന്ത് ചെയ്ത് ടച്ച് ചെയ്താലും ചില സമയത്ത് ഡ്യൂ ടു ടെക്നിക്കൽ ഇഷ്യൂസ് അത് ഒരു എക്സാം നടക്കുമ്പോൾ 1-2 പേരിൽ ചിലപ്പോൾ ഉണ്ടാവാറില്ല കേട്ടോ, ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി, എക്സാം അങ്ങ് സബ്മിറ്റ് ചെയ്യുക. എക്സാം കഴിഞ്ഞിട്ട് സമാധാനമായി എനിക്കൊരു മെസ്സേജ് അയക്കുക, ഇത്രാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതായിരുന്നു, പക്ഷെ എനിക്കത് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻവിജിലേറ്റേഴ്സിനെ അറിയിക്കും. അപ്പൊ നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ തന്ന ആൻസർ കറക്റ്റ് ആണെങ്കിൽ ആ മാർക്കും കൂടെ ആഡ് ചെയ്ത് വരും. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, പലതവണയും ടച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ടച്ച് ആവാതെ ഇങ്ങനെ ഇരിക്കും, ഒരുമാതിരി സ്റ്റക്ക് ആയതുപോലെ. അങ്ങനെ വരുമ്പോ ടെൻഷനൊന്നും വേണ്ട. ബാക്കിയുള്ളത് അറ്റൻഡ് ചെയ്ത് അതിൽ തന്നെ നോക്കി ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കണ്ട. ബാക്കിയുള്ളത് മുഴുവൻ അറ്റൻഡ് ചെയ്ത് സബ്മിറ്റ് കൊടുത്തതിന് ശേഷം അവിടെ ഹാളിലും പറയേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരെ കേൾക്കുന്നവരെ വെറുതെ ടെൻഷൻ ആവണ്ടല്ലോ, ഒട്ടും ടെൻഷൻ വേണ്ട. എക്സാം കഴിഞ്ഞിട്ട് പറയാം, ഇത്രാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതായിരുന്നു, പക്ഷെ എനിക്കത് ടച്ച് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റോൾ നമ്പറും കൂടെ ഒന്ന് പ്രൊവൈഡ് ചെയ്യണം. ചിലരുടെ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടാവും, പേര് സേവ് ചെയ്തിട്ടുണ്ടാവും. സേവ് ചെയ്യാത്ത പേരാണെങ്കിൽ ഞാൻ പേര് ചോദിക്കും. റോൾ നമ്പറും കൂടെ തരുവാണെങ്കിൽ എളുപ്പമായിരിക്കും. റിസൾട്ട് വരുമ്പോൾ മാം നമ്പർ ഇല്ല, എന്റെ നമ്പർ ഇല്ലേ, നിങ്ങൾക്ക് തന്നിട്ടില്ല? അയ്യോ, 21ാമത്തെ ബാച്ച് വരെ എന്റെ നമ്പർ ഉണ്ടല്ലോ, ഇപ്പൊ മറന്നു പോയതായിരിക്കും. ആരും ചോദിച്ചില്ല എന്ന് തോന്നുന്നു എന്നോട്. ടീച്ചേഴ്സിന്റെ നമ്പർ കുട്ടികൾക്ക് കൊടുക്കരുതാണ്, പക്ഷെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട് എന്റെ നമ്പർ എല്ലാവർക്കും കൊടുക്കാനായിട്ട് കേട്ടോ.
ചിലപ്പോൾ കോള് എടുക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ ഞാൻ കോൾ ആൻസർ ചെയ്യും, അല്ലെങ്കിൽ വാട്സാപ്പിൽ ഞാൻ എപ്പോഴും ഉണ്ടാവും, മെസ്സേജ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ. ഇവിടെ കുറെ മെസ്സേജ് വന്നത് ഞാനെന്ന് വെച്ചാൽ എന്റെ മദറിലോ ഇതിൽ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അവരുടെ മകൻ മരണപ്പെട്ടത്. ആള് മരിക്കുന്നവരെ നമുക്ക് അദ്ദേഹത്തേക്കൊന്നും സ്നേഹം കൊടുത്ത് താഴെ പോലും വേർതിരിച്ചാണ് മരണപ്പെട്ടു. ശേഷം എവിടെ പോയാലും സമ്മതി കിട്ടാൻ വേണ്ടി പറയും മരിച്ചു. ഓക്കെ, എന്താണ് നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല. അവരങ്ങ് സ്വയം ആശ്വസിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തുന്ന ഒരു പരിപാടിയായിരിക്കും. മറ്റുള്ളൊരു ഭാവം അങ്ങനെ അവരുടെ രീതിയിലൊക്കെ കാണുമല്ലോ. ചില സൈക്കോപാത്ത് നമ്മൾ ഈ മൂവീസിലാട്ടെ ഞാൻ കണ്ടിട്ടുള്ളൂ. അവരങ്ങനെയല്ലേ, അവരിങ്ങനെ സിമ്പതി പിടിച്ചു പറ്റി അങ്ങനെ എന്നിട്ട് അവർ അവസാനം ഉപദ്രവിക്കുന്നതും അങ്ങനത്തെ ഒക്കെ ഒരു സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഞാൻ ഇതിനകത്തൊരു മെസ്സേജ് വായിക്കുമായിരുന്നു കേട്ടോ, സിമ്പതിയുടെ കാര്യം പറഞ്ഞു. നമ്പർ കിട്ടിയല്ലോ അല്ലെ? ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ ഇട്ട നമ്പർ കറക്റ്റ് തന്നെയല്ലേ? യെസ്. ഓക്കെ, അപ്പൊ നമ്മളൊരു ഇത് പറഞ്ഞു, കോമ്പൻസേഷൻ. നമ്മുടെ കുറവുകളെ മറച്ച് നമ്മുടെ കൂടുതലായിട്ടുള്ള നമ്മുടെ കഴിവിനെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് കോമ്പൻസേഷൻ. അതിൽ ആ സെന്റൻസ് വായിച്ചു വരുമ്പോഴേക്കും ഇച്ചിരി ടെൻഷൻ വരുമായിരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ അതേ സെന്റൻസിലൊന്നും വരുമൊന്നുമില്ല, നല്ലപോലെ ഒന്ന് മാറ്റിയിട്ടായിരിക്കും തരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ അതായിരുന്നു പറഞ്ഞു. നെക്സ്റ്റ് വൺ, റാഷണലൈസേഷൻ. എന്താണ് റാഷണലൈസേഷൻ? അതാരെങ്കിലും ഒന്ന് വായിക്കാമോ? അതിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചാൽ മതി. വായിക്കൂ. When something occurs what we find difficult to accept, then we will make up a logical reason why it has happened. That is, when people are unable to cope with the reason they behave in particular ways. They protect themselves by creating self-justifying explanations for their behavior. This is rationalization. It is one of the most famous mechanisms. The individual who has been frustrated or who cannot solve the problem in a successful manner and consequently feel discomfort, they restless attempt to reduce this his feels on anxiety and guilt by using this device. Okay. ഓക്കെ, റാഷണലൈസേഷൻ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാല് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ എക്സ്ക്യൂസ് ഉണ്ടാക്കുക. അതാണ് റാഷണലൈസേഷൻ. എക്സ്ക്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരിക, അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയർ എക്സ്ക്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരിക. എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു ലോജിക്കലായിട്ട് ഒരു ചുമ്മാ ഒരു റീസൺ ഉണ്ടാക്കും. ഓ, അതുകൊണ്ടാണ്, ന്യായീകരിക്കുക. യെസ്, അത് ന്യായീകരിക്കുക. അത് ഇപ്പം നമ്മളിപ്പം നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു സുഖമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടായെന്ന് വിചാരിക്കും. ആരെങ്കിലും അത് ചോദിക്കുമ്പോൾ നമ്മൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് നോക്കുക. അതായത് നമ്മൾ അതിനെ എക്സ്ക്യൂസസ് ഉണ്ടാക്കുക. അങ്ങനെ ആയതുകൊണ്ടാണ് ഞാനത് ചെയ്തത്, അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്തു. ലൈക്ക് ആ രീതിയിൽ നമ്മൾ എക്സ്ക്യൂസ് ഉണ്ടാക്കുന്നു. നമ്മുടെ ഭാഗത്തുനിന്ന് ഒട്ടും നല്ലതല്ലാത്തൊരു പെരുമാറ്റം ഉണ്ടായി, ഒരു അൺആക്സെപ്റ്റബിൾ ബിഹേവിയർ ഉണ്ടായി. എന്തുകൊണ്ട് അത് ഉണ്ടായി എന്നുള്ളതിന് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നു, നമ്മൾ എക്സ്ക്യൂസസ് ഉണ്ടാക്കും, ന്യായീകരിക്കുക. ആ പാരഗ്രാഫ് കുറെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ചിത്രയുള്ള ഒറ്റ സെന്റൻസേ ഉള്ളൂ, മേക്കിംഗ് എക്സ്ക്യൂസസ്. നമ്മുടെ നല്ലതല്ലാത്തൊരു ബിഹേവിയറിന് നമ്മൾ അത് എക്സ്ക്യൂസ് ഉണ്ടായി. ഇപ്പൊ കുട്ടിയെ വല്ലാതെ ഒരമ്മ തല്ലുന്നു, ആരെങ്കിലും ചോദ്യം ചെയ്യണം, എന്തിനാ കുട്ടിയെ ഇങ്ങനെ, കൊച്ചു കുട്ടിയല്ലേ, അതിനെതിരെ ഇങ്ങനെ തല്ലുന്നു, ഒരു അതിനെ ന്യായീകരിക്കുന്നു, എക്സ്ക്യൂസ് ഉണ്ടാകും. അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ചെയ്തു വീട്ടില്, ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമായിരിക്കാം, ചോദിക്കുമ്പോൾ അവരതിനെ എക്സ്ക്യൂസ് പറയും, അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്നുള്ള രീതിയിൽ.
ദാറ്റ് ഈസ് റാഷണലൈസേഷൻ. ഫ്രസ്ട്രേഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പം ഉദ്ദേശിക്കാതെ സുഖമില്ലാത്ത പ്രവൃത്തികൾ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഏതെങ്കിലും രീതിയിൽ ഒരു ഫ്രസ്ട്രേഷൻ വരുമ്പോഴേക്കും പാത്രങ്ങളെല്ലാം കൂടെ തല്ലി പറക്കി കളയുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചിലപ്പോൾ ചെയ്യും കേട്ടോ. പേപ്പറൊക്കെ കീറി പറിച്ച് കളയുക, അങ്ങനെയൊക്കെ ചെയ്യും. കുത്തി വരയ്ക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ഇപ്പം മിനിമൽ ഫ്രസ്ട്രേഷൻ ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് ചെയ്തു, ആ ഒരു ജസ്റ്റിഫിക്കേഷൻ. പക്ഷെ ഒത്തിരി വയലൻസിലേക്ക് പോകുമ്പോഴേക്കും ആൾക്കാര് ഈവൻ ഒരാളെ ഇല്ലാതാക്കാനൊക്കെ അങ്ങനത്തെ രീതിയിലൊക്കെ പോകും. അതൊക്കെ നമ്മള് എന്താ പറയാ, നമ്മളുടെ ഒരു സ്ട്രെസ്സുമായിട്ട് കോപ്പപ്പ് ചെയ്യാനുള്ള നമ്മുടെ ഒരു കഴിവ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണല്ലോ ഇപ്പൊ ആളുകൾ കൂടുതലും മൈൻഡ്ഫുൾനെസ്, അതുപോലുള്ള പ്രെയർ, മെഡിറ്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് മനസ്സിനെ കാമാക്കാൻ നോക്കും. അത് കാമാകുമ്പോൾ നമ്മൾക്ക് ഇതുപോലുള്ള നെഗറ്റീവ് സൈഡിലുള്ള ഡിഫൻസ് മെക്കാനിസം ഒന്നും നമുക്ക് ഉണ്ടാകില്ല. നെക്സ്റ്റ് വൺ, പ്രൊജക്ഷൻ. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു അൺആക്സെപ്റ്റബിൾ ബിഹേവിയറിന് ഒരു ന്യായീകരണം, ഒരു ജസ്റ്റിഫിക്കേഷൻ, എക്സ്ക്യൂസസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അതാണ് റാഷണലൈസേഷൻ. നെക്സ്റ്റ്, പ്രൊജക്ഷൻ. അവസാനം ചിലപ്പോൾ ഒരു ഡയലോഗും കൂടെ ചെയ്യും, എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല, ഞാൻ അങ്ങനെ ചെയ്തേനെ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് സ്വയം ഇതാക്കുക, ഞാൻ ചെയ്ത തെറ്റൊന്നുമല്ല എന്നുള്ള രീതിയിൽ. യെസ്, പ്രൊജക്ഷൻ. ആരാ? Projection. We often ascribe to others our own shortcomings, desires, or moral defects as a way of listening our own sense of guilt or inadequacy. We may have certain falling and undesirable behavior traits or motives and feel scanty, but instead of acknowledging them, we call attention to the same trait in others. Thus, we divert the attention of others from our own shortcoming. A special form of projection is called displacement or transference. കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, എനിക്ക് പരീക്ഷ ടഫായിരുന്നു. സോ വീട്ടിൽ വരെ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? ടഫായിരുന്നു. അപ്പൊ അവൾക്കും ടഫ് തന്നെയായിരുന്നു, അങ്ങനെ പറയില്ലേ? ക്ലാസ്സിൽ എല്ലാവർക്കും ടഫായിരുന്നു. അപ്പൊ നമ്മുടെ ആ ഒരു ഷോർട്ട് കമ്മിങ്, ഞാൻ പഠിക്കാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ എനിക്കത് ടഫായിരുന്നു, മറ്റവരിലേക്കും കൂടെ നമ്മൾ പ്രൊജക്ട് ചെയ്യുവാണ്, ഡിസ്പ്ലേസ് ചെയ്ത് കൊടുക്കുവാണ്. എനിക്ക് മാത്രമല്ല ടഫായിരുന്നത്, അവർക്കും ടഫായിരുന്നു എന്ന് നമ്മൾ പറയും. നമുക്ക് മാത്രമാണെങ്കിൽ നമുക്ക് വീട്ടിൽ നല്ല വഴക്ക്, ഷോർട്ട് കമ്മിങ്, നമ്മളുടെ ആ കുറവ് നമ്മൾ വേറെ ഉള്ളവരിലേക്കും കൂടെ ഡിസ്പ്ലേസ് ചെയ്യുവാണ്. എനിക്ക് മാത്രമായിരുന്നില്ല ടഫ്, സോ എന്റെ കുഴപ്പമില്ല, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കുഴപ്പമാണെന്നുള്ള രീതി. സോ അതാണ് പ്രൊജക്ഷൻ. നമ്മളുടെ ഓൺ ഇത് മറ്റുള്ളവരിലേക്ക് അസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ അസൈൻ ചെയ്യാം, മറ്റുള്ളവരിലേക്കും കൂടെ ആക്കി ഒരു ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക, അസൈൻ ചെയ്ത് കൊടുക്കുന്നു നമ്മളുടെ ഡെഫിഷ്യൻസി അങ്ങനെ ചെയ്യുന്നു. അതാണ് ശരിക്കും പ്രൊജക്ട് ചെയ്യുന്നു, വേറെ ആളിലേക്ക് ആക്കുന്നു. അപ്പൊ എന്നെ പോയിന്റ് ഔട്ട് ചെയ്യില്ലല്ലോ, എല്ലാവർക്കും ടഫായിരുന്നു. സ്പെഷ്യൽ ഫോം ഓഫ് പ്രൊജക്ഷന് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ്, ശരിക്കും അത് ഡിസ്പ്ലേസ് ചെയ്യാണല്ലോ, ഒരാളിലേക്ക് പോയിന്റ് ചെയ്ത സാധനം വേറൊരാളിലേക്ക് മാറ്റപ്പെടുന്നു, അതാണ് ഡിസ്പ്ലേസ്മെന്റ്. അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു, ട്രാൻസ്ഫറൻസ്. ചില സമയത്ത് ഇമോഷൻസ് ആർ ട്രാൻസ്ഫറിങ് ടു അതേഴ്സ്, ചില ഇമോഷൻസ് വരെ ട്രാൻസ്ഫർ ചെയ്യും ആളുകളിലേക്ക്. ഇപ്പൊ ദേഷ്യം വന്നിരിക്കുവാണ്, അപ്പൊ അന്ന് നമ്മൾ ചോദിക്കുമ്പോഴേക്കും രണ്ടുപേര് തമ്മിൽ ഭയങ്കര വാക്കുതർക്കോ അങ്ങനെയൊക്കെ ആയിട്ട് ദേഷ്യം വന്നിരിക്കും. അപ്പൊ നമ്മള് ഈ ഒരു വ്യക്തിയോട് നമ്മൾ ചോദിക്കും, മറ്റേ ആളിലേക്ക് പ്രൊജക്ട് ചെയ്ത് കാണിക്കും, അവനാണ് ആദ്യം തുടങ്ങിയത്, അല്ലെങ്കിൽ അവനാണ് ആദ്യം അങ്ങനെ പറഞ്ഞത്, ഞാനല്ല. ആ ഒരു രീതിയിൽ നമ്മൾ പ്രൊജക്ട് ചെയ്യും വേറൊരാളിലേക്ക്, നമ്മുടെ ഷോർട്ട് കമ്മിങ് നമ്മൾ വേറൊരാളിലേക്ക് പ്രൊജക്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ പറഞ്ഞ മൂന്നെണ്ണം ജസ്റ്റ് നമുക്കൊന്നുകൂടെ പറയാം. കോമ്പൻസേഷൻ ആയിരുന്നു ആദ്യം നമ്മൾ പറഞ്ഞത് അല്ലേ? കോമ്പൻസേഷൻ അത് വലിയ കുഴപ്പമില്ലാത്തൊരു പാവം ഡിഫൻസ് മെക്കാനിസം ആയിരുന്നു. എന്നുവെച്ചാൽ നമ്മള് നമ്മുടെ മനസ്സിനെ സ്ട്രെങ്തൻ ആക്കുക. എനിക്ക് അതില്ലെങ്കിലും എനിക്കിതുണ്ട്, എനിക്ക് അങ്ങനെ ഒരു കുറവുണ്ട്, പക്ഷെ ഐ ആം ഗുഡ് ഇൻ ദിസ്, ഐ ആം ബെറ്റർ ഇൻ ദിസ്, ഐ ആം ബെസ്റ്റ് ഇൻ ദിസ്, ഞാൻ ഇത് നന്നായി ചെയ്യും എന്ന രീതിയിൽ പറയും. ആ ഒരു രീതിയിൽ കോമ്പൻസേഷൻ വന്നു. ഓക്കെ, നെക്സ്റ്റ് വന്നത് റാഷണലൈസേഷൻ. അത് വലിയ സുഖമുള്ളൊരു ഡിഫൻസ് മെക്കാനിസം ഒന്നുമില്ല, ന്യായീകരണം.
നമ്മളൊരു അത്ര നല്ല ഒരു അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാണിച്ചു, അതിന് നമ്മൾ എക്സ്ക്യൂസസ് ഉണ്ടാക്കി. എന്തുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ ചെയ്തു? സ്വന്തം സ്വന്തം സ്റ്റാൻഡ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യായീകരിക്കുക, ജസ്റ്റിഫൈ ചെയ്യുക, എക്സ്ക്യൂസസ് കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഇസ് റാഷണലൈസേഷൻ. ഒന്നുകൂടി ഇങ്ങോട്ട് മാറിപ്പോകരുത്, അത് ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ അതിനോട് കൂടി മലയാളത്തിലോ എങ്ങനെയാന്ന് വെച്ചാൽ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ പറഞ്ഞ വേർഡ് വെബിൽ ഒന്ന് നോക്കുക, പിന്നെ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ കുറെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചില എക്സാമ്പിളൊക്കെ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക, നമ്മളുടെ അതേ ഇമോഷൻസ് വേറൊരാളിലും കണ്ടെത്തി നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. എനിക്ക് മാത്രമല്ല അവിടെയും ഉണ്ട് എന്നുള്ള രീതിയിൽ ട്രാൻസ്ഫർ ചെയ്ത് പ്രൊജക്ഷൻ. ഈ എക്സാമിന്റെ ഒക്കെ കേസ് വരുമ്പോൾ നമുക്കതൊരു സ്വയം സമാധാനം കൂടിയാണ്, നമുക്കൊരു ആശ്വാസം. എല്ലാവർക്കും ടഫായിരുന്നു, അതൊരു ആശ്വാസം. ഇത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഒരു ഡിഫൻസ് മെക്കാനിസം. ഓക്കെ, നെക്സ്റ്റ് ഐഡന്റിഫിക്കേഷൻ. നമ്മൾ 4ാമത്തെ ഡിഫൻസ് മെക്കാനിസത്തിലേക്ക് പോകണ്ടോ. ഈ നമ്പർ 8 ഇത്രയൊന്നും അല്ലെങ്കിലും കൂടുതലുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ PDF വന്നിരിക്കുന്നത്. സോ നെക്സ്റ്റ് 4ാമത്തെ ഡിഫൻസ് മെക്കാനിസം ഐഡന്റിഫിക്കേഷൻ. ആരെങ്കിലും വായിക്കാം? Identification. It is an adjustment mechanism which makes one able to attain satisfaction from the success of other people, groups, or organization. Here, worshipping is also a form of identification. ഇത് നമ്മൾ പലപ്പോഴും എന്തെങ്കിലും കാര്യം ഓർത്ത്, പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്ത് നമ്മൾ സമാധാനപ്പെടുന്നത് അങ്ങനെയായിട്ട്. ഇപ്പോ നമ്മളിപ്പോ ഒരു കോളേജിലോ സ്കൂളിലോ പഠിക്കുവാണ്, നമ്മുടെ ക്ലാസ് വൈസ് എന്തെങ്കിലുമൊക്കെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. കോമ്പറ്റീഷൻ ആയതുകൊണ്ട് എല്ലാവരും ഒന്നും മുന്നിൽ വരണമെന്നില്ല, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെയൊക്കെ ആയിരിക്കാം കോമ്പറ്റീഷൻ കിട്ടുന്നത്. ടോപ്പില് എല്ലാ ബാച്ചും കൂടെ വരണമെന്നില്ലല്ലോ, എല്ലാ ക്ലാസ്സും കൂടെ വരുന്നില്ല. അപ്പൊ നമുക്കിതൊരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ആണ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഞാനൊരു ക്ലാസ്സിലാണെന്ന് വിചാരിക്കുന്നു, ചിക്കുമോള് എന്റെ സിസ്റ്ററാന്ന് വിചാരിച്ചു, ചിക്കുമോള് വേറെ ക്ലാസ്സിലാന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് കിട്ടിയില്ല ഫസ്റ്റ് പ്രൈസ്, ചിക്കുമോളുടെ ക്ലാസ്സിന് കിട്ടി. സോ ഞാൻ അങ്ങ് സാറ്റിസ്ഫൈഡ് ആവും, എന്റെ അനിയത്തിക്കാണല്ലോ കിട്ടിയത്. ലൈക്ക് ദാറ്റ് നമ്മൾ അങ്ങനെ സാറ്റിസ്ഫൈഡ് ആവും. അതാണ് ഐഡന്റിഫിക്കേഷൻ വരുന്നത്. അപ്പൊ നമ്മളത് ഓർക്കുവാവും, എനിക്ക് കിട്ടിയില്ല കുഴപ്പമില്ല, എന്റെ സിസ്റ്ററിന്റെ ക്ലാസ്, അപ്പൊ എന്റെ വേറെ ക്ലാസ്സിനാണെങ്കിലും എന്റെ അനീതി എവിടെ ഉണ്ട്, എന്റെ അനീതി കുട്ടിക്കാണോ കിട്ടിയതെന്ന് വെച്ച് നമുക്ക് സാറ്റിസ്ഫൈഡ് ആവും. അതാണ് ഐഡന്റിഫിക്കേഷൻ. ആ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. അതാണ് ചിലപ്പം നമുക്ക് കിട്ടിയില്ലെങ്കിലും മറ്റുള്ളവരുടെ സക്സസ് അതിനെ കുറിച്ച് ഓർത്താൽ, ചിലപ്പോൾ ഒരു ആളാകാം, ഒരു ഗ്രൂപ്പ് ആകാം, ഒരു ഓർഗനൈസേഷൻ ആകാം, എല്ലാം ആകാം. അപ്പൊ വർഷിപ്പിംഗ് ഒക്കെ നമ്മളിങ്ങനെ പ്രാർത്ഥന ഗ്രൂപ്പിലൊക്കെ പങ്കെടുക്കുന്നതൊക്കെ ഈ ഐഡന്റിഫിക്കേഷൻ പോലുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ആണെന്നാ പറയുന്നത്. കാരണം ഇപ്പം അതൊരു ഫോം ഓഫ് ഐഡന്റിഫിക്കേഷൻ ആണ് വർഷിപ്പിംഗ്, ആരാധിക്കുക. ഇപ്പൊ ഒരു എക്സാമ്പിള്, പ്രാർത്ഥന മാത്രമല്ല, നമ്മള് ഫിലിം സ്റ്റാർസ്, ഭയങ്കര ടോപ്പ് സൂപ്പർ സ്റ്റാർ ഒക്കെ ഉണ്ട്, നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും അവരെ പോലെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ അവരുടെ ഫാൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അവരുടെ സക്സസ്, എനിക്ക് പ്രിയപ്പെട്ട ഒരു സൂപ്പർ സ്റ്റാറിന്റെ സക്സസ് ആണല്ലോ, നമ്മൾ അതില് സന്തോഷം കണ്ടെത്തും. കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ നമ്മൾക്ക് പ്രൈസ് കിട്ടിയില്ല, അപ്പൊ എന്റെ അനീതിയുള്ള ക്ലാസ്സിന് പ്രൈസ് കിട്ടിയപ്പോ അവർക്ക് എന്റെ അനീതിയുള്ള ക്ലാസ് ആണ്. ലൈക്ക് ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ റിമെമ്പർ ചെയ്യുന്നു. ഇടയ്ക്ക് ഈ ഒരു നമുക്ക് കിട്ടാത്തതിന്റെ ഓർമ്മ വരുമ്പോ നമ്മൾ റിമെമ്പർ ചെയ്യും മറ്റേ ആളുടെ സക്സസ്. അങ്ങനെ ഓർത്തെടുത്ത് അതിനെ നമ്മൾ ഹാപ്പി ആവും. അതാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ചില സമയത്ത് പാരന്റ്സ് അവർക്ക് അവരുടെ പ്രായത്തിലൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഡെസ്പയർ ആണ്. പക്ഷെ മക്കള് വളർന്ന് മക്കൾ ഇതിന് നേടാത്തത് പലതും അതിന്റെ മുകളിലേക്ക് മക്കൾക്ക് കിട്ടുമ്പോഴേക്കും അവർക്ക് ആ ഒരു സന്തോഷം, അത് ഓർത്തോർത്ത് അവർ സന്തോഷിക്കും. അന്ന് എനിക്കത് സാധിച്ചില്ല, പക്ഷെ എന്റെ മകൻ അത് സാധിച്ചു. സോ അവരങ്ങനെ ഓർത്തോർത്ത് സന്തോഷം. അതാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഇരിക്കുന്ന സെന്റൻസ് പോലെ ആയിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് ക്വസ്റ്റ്യൻസ് ഇടാൻ കുറച്ച് ടൈം എടുക്കും. ഞാൻ ക്ലാസ്സിൽ എന്താണോ പറയുന്നത് അതിനെ കണക്ട് ചെയ്തിട്ടാണ് മോക്ക് ടെസ്റ്റിലും പിന്നെ എക്സാമിനും ക്വസ്റ്റ്യൻ ഇടുള്ളൂ. അപ്പം എക്സാം എഴുതുമ്പോൾ പിള്ളേരെല്ലാരും പറയും, അത് എക്സാം എഴുതുമ്പോൾ ശരിക്കും ക്ലാസ് റൂം ഓർമ്മ വരുന്നത്. ക്ലാസ്സിൽ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞു പോയ പല കാര്യങ്ങളായിരിക്കും എക്സാമിൽ ഇങ്ങനെ വരും.
സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ഞാൻ നിങ്ങൾക്ക് എടുത്തിരുന്നു അല്ലെ? അപ്പൊ നമുക്കറിയാം എങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഇത് കൊടുക്കണ്ടേന്നുള്ളത്. നമ്മൾ എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല, പക്ഷെ നമുക്കറിയാം എങ്ങനെയുള്ള വ്യക്തികൾക്ക് കൊടുക്കണ്ടേ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആൻസർ വരും. നമ്മള് എല്ലാരും ഇപ്പൊ ടീച്ചർമാരാകാൻ പോകുന്നവരും ടീച്ചർ ആയവരും ഉണ്ടല്ലോ. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ നോളജ് അല്ല കാണിക്കണ്ടേ, നമ്മൾ കൊടുത്ത കാര്യം, ആ കൺസെപ്റ്റ് ഈ കുട്ടികൾക്ക് മനസ്സിലായോ എന്നുള്ള ഒരു അസസ്മെന്റ് ആണ് ക്വസ്റ്റ്യൻസ് കേട്ടോ. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടുമ്പോൾ കിട്ടുന്നതിന് അതിനർത്ഥം നിങ്ങൾ ആ ക്ലാസ്സുമായിട്ട് അത്രയും അങ്ങ് മേർജ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്ര ഒക്കത്തിലാണെങ്കിലും നിങ്ങൾക്ക് പേടിയില്ലാണ്ട്, അതുകൊണ്ട് ടേം 1 ടേം 2 കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ടെൻഷൻ മാറും. എക്സാം എഴുതാനായിട്ട് വളരെ പ്രിപ്പയർഡ് ആയിരിക്കും, പേടി തോന്നില്ല. അത് ഞാൻ ഗ്യാരണ്ടി തരും. സോ ഐഡന്റിഫിക്കേഷൻ അതായിരുന്നു നമ്മള് ഓർത്തെടുക്കുന്നു. ആരുടെയെങ്കിലും സക്സസ് ഒക്കെ നമ്മൾ ഓർത്തെടുത്ത് നമ്മൾ അതിൽ സന്തോഷിക്കുന്നതാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് ഗ്രൂപ്പിന്റെ ആകാം, ആളുകളുടെ ആകാം, ഓർഗനൈസേഷൻസിന്റെ ആകാം, അങ്ങനെ പല കാര്യങ്ങൾ. ഐഡന്റിഫിക്കേഷൻ അതായിരുന്നു. നെക്സ്റ്റ് PDF എന്തായിരുന്നു? PDF എന്താ? നമുക്ക് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് വേറൊരു PDF ആയിട്ടില്ല തന്നെ, അത് എക്സാമിന് ഉണ്ടാവില്ലേന്ന് ചോദിക്കാം. അത് ഞാൻ മോക്ക് ടെസ്റ്റിൽ തരുന്ന ക്വസ്റ്റ്യൻസിനെ കണക്ട് ചെയ്ത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അത് എക്സ്ട്രാ ഞാൻ തന്ന ഒരു ടോപ്പിക് അല്ലേ, അപ്പൊ അതിൽ നിന്ന് ഞാൻ കുറച്ച് മോക്ക് ടെസ്റ്റുകൾ തരും, അത് മാത്രം നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ നമുക്ക് PFAയില് ആക്ഷൻ പ്രിൻസിപ്പിൾസ് ഉണ്ട് 3 ഞാൻ ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഓപ്ഷൻ വരുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും, മോക്ക് ടെസ്റ്റിൽ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ആ 3നെ കുറിച്ചും ഒന്ന് അറിഞ്ഞിരിക്കുക, അതേ ഉള്ളൂ. മോക്ക് ടെസ്റ്റിൽ ചിലപ്പോൾ 1നെ കുറിച്ചായിരിക്കും ക്വസ്റ്റ്യൻ, പക്ഷെ 3 എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കും. ചിലപ്പോൾ എക്സാമിന് വരുമ്പോൾ ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ ആയിരിക്കാം. ആ രീതിയിൽ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞു. സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ പറയാനുള്ള സമയം എനിക്ക് ഉണ്ടാവുള്ളൂ, കാരണം എനിക്ക് 2:30 ക്ലാസ് ഉണ്ട്, PGയുടെ ക്ലാസ്. പിന്നെ നിങ്ങൾക്കും PGയുടെ ക്ലാസ് മോസ്റ്റ് പ്രോബബ്ലി മാർച്ച് ലാസ്റ്റോ ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. പാരലലി ആയിരിക്കും. ഡിപ്ലോമയുടെ കോമൺ സബ്ജക്ട് ഒരു ഭാഗത്ത് നടക്കും, ഒരു ടൈമില് വേറൊരു ടൈമില് PG നടക്കും. ടൈം ഇപ്പൊ സെറ്റ് ആയിട്ടില്ല, ഞാൻ പറയാം. സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ? സബ്സ്റ്റിറ്റ്യൂഷൻ ആരെങ്കിലും ഒന്ന് വായിക്കാമോ? സബ്സ്റ്റിറ്റ്യൂഷൻ വായിക്കട്ടെ മാം. രണ്ടുപേര് വന്നോ? It is an adjusting mechanism in which the original goals or desires are exchanged by others. ഇതും ഒരു അഡ്ജസ്റ്റിംഗ് മെക്കാനിസം ആണ്. നേരത്തെ പറഞ്ഞ ഐഡന്റിഫിക്കേഷനുമായിട്ട് ഒരു മാച്ചിങ് നമുക്ക് തോന്നും. നമ്മളുടെ ഒറിജിനൽ ഗോൾസും ഡിസേഴ്സും നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിലും മറ്റുള്ളവരുമായിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അച്ഛൻ മകൻ, അല്ലെങ്കിൽ അമ്മ മകൾ, അല്ലെങ്കിൽ അച്ഛൻ മകൾ, അങ്ങനെയുള്ള, അല്ലെങ്കിൽ ബ്രദേഴ്സ് തമ്മിൽ, മൂത്ത സഹോദരന് പെട്ടെന്നൊരു സാഹചര്യത്തിൽ പഠിപ്പ് നിർത്തി ജോലിക്ക് പോകേണ്ടതായിട്ട് വന്നു. അപ്പൊ താഴെയുള്ള ബ്രദേഴ്സിനെ പഠിപ്പിച്ച് അവരെ നല്ല നിലയിലാക്കും. അപ്പൊ താൻ പഠിച്ച് നല്ല നിലയിലാവണം എന്ന് ഉദ്ദേശിച്ച് നടന്നില്ല. അപ്പൊ താഴെയുള്ള ഒരാൾ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഐഡന്റിഫിക്കേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഒരു കണക്ഷൻ പോലെ നമുക്ക് തോന്നും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ് വേറൊരാളുടെ, അതായത് നമ്മളുടെ ഒറിജിനൽ ഗോൾസും ഡിസേഴ്സും വേറൊരാളുമായിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ 2 ഫ്രണ്ട്സ് ആണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാളുടെ വേറൊരാളെടുക്കും, വേറൊരാളുടെ വേറൊരാളെടുക്കും. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പ്രോജക്റ്റ് ചെയ്യുവാണ്. പ്രോജക്റ്റിൽ കുറെ ഭാഗം ഡിസൈൻ ചെയ്യാനുണ്ട്, വരയ്ക്കാനൊക്കെ ഉണ്ട്, കുറെ റിപ്പോർട്ട് തയ്യാറാക്കാനുണ്ട്. ഒരാൾക്ക് വരയ്ക്കാനുള്ള ആ ഒരു ഇതുണ്ട്, മറ്റേ ആൾ പറയും എന്നാ നീ വരച്ചു, ഞാൻ റിപ്പോർട്ട് തയ്യാറാക്കാം. സോ നമ്മള് രണ്ടുപേരും കൂടെ ചെയ്തൊരു ഗോൾ എത്തേണ്ടതായിരുന്നു, പക്ഷെ നമ്മളതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യുക. അതിലെ കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് സെമിനാർ എടുക്കാൻ പറയുന്നു, 2-3 ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ ഒരാൾ അത് എടുക്കാനായിട്ട് വന്നപ്പോ വേറൊരാൾക്കും അത് തന്നെ എടുക്കാം. എന്നാ ഓക്കെ, കുഴപ്പമില്ല, നിന്റെ ടോപ്പിക് ഞാൻ എടുക്കാം, എന്റെ ടോപ്പിക് നീ എടുത്തു. നമ്മളൊരു എക്സ്ചേഞ്ച് നടത്തും. നമ്മുടെ ഗോൾസും ഡിസേഴ്സും നമ്മളൊരു എക്സ്ചേഞ്ച്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വേറൊരാൾ അസൈൻ ചെയ്യുവോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവോ, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുവോ ചെയ്യുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ.
കുറച്ചുകൂടെ നമുക്ക് എക്സാമ്പിൾസും റിയൽ ലൈഫ് എക്സാമ്പിൾസും ആയിട്ട് കണക്ട് ചെയ്ത് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ നമുക്ക് പറഞ്ഞു പോവാം. കാരണം ഒരു ക്ലാസ് കൂടെ മതിയായിരിക്കും. 14th എക്സാം. അടുത്ത ക്ലാസ് എന്ന് പറയുമ്പോൾ എന്ന് വരും? എന്താ ദിവസം? 3-ാം തീയതി. 10-ാം തീയതി ഒരു ക്ലാസ് കൂടെ നിങ്ങൾ വരില്ലേ? നമുക്ക് പോർഷൻ തീരും. അതാണ് ഡേറ്റ് 14 കൊടുത്തിരിക്കണം. കാരണം ഈ പോർഷൻ തീരുന്നതും കൂടെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. നോ പ്രോബ്ലം. ഈ പോർഷൻ അപ്പം എക്സാമിന് നല്ല തറവായിട്ടായിരിക്കും നിങ്ങൾ 14th ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഉടനെ എടുത്ത എക്സാം ആണല്ലോ. ഓക്കെ, എന്നാൽ ഞാൻ ലീവ് ചെയ്തോട്ടെ. 8:30 PG-ക്കാർ വെയിറ്റ് ചെയ്യാം. താങ്ക് യു മാം. സോ മച്ച്. ഞാൻ ഇന്നും നാളെ 3 ലെസൺ ഉണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഡിഫൻസ് മെക്കാനിക്സും കൂടെ ആക്കി വെക്കും. ഓക്കെ മാം, താങ്ക് യു.